ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? നല്ല വറുത്തരച്ച ചിക്കൻ കറി. ആദ്യം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് ഒരു 5 സെക്കൻഡ് നേരം ചൂടാക്കുക. അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുക. ചിരകിയ തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നല്ല രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. നല്ല രീതിയിൽ വറുത്തെടുത്തതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കതൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 സവാള നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. സവാള ഒന്ന് പകുതി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 2 തക്കാളിയും കൂടെ ചേർക്കാം. വലുതാണെങ്കിൽ 1 തക്കാളി മതിയാവും. ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച തേങ്ങ നമുക്കിപ്പോൾ മിക്സിയിലേക്ക് അല്പം വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് ഇളക്കി 2 കപ്പ് വെള്ളവും ചേർത്ത് ചൂടാക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.